നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായി ജന്മരാമായണ ദുഃഖം എന്ന് പറഞ്ഞ യോഗം ചെയ്ത ജന്മത്തിലും അതിനു മുൻപ് 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയമായിരുന്നു. കണ്ടകശനിയുടെ ദോഷമുണ്ട്, കർമ്മസ്ഥാനത്ത് ശനി, അതിൻ്റെ ഇടയ്ക്ക് ചൊവ്വയും ശനിയും കൂടി അഗ്നിമാർദ്ദ യോഗം ചെയ്ത് കർമ്മസ്ഥാനത്ത് വന്നു. അങ്ങനെ പല പ്രകാരത്തിലും തിരുവാതിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ദുരിതങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെടാൻ യോഗമുണ്ടായിരുന്ന സമയമാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇപ്പം കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർവ്വപുണ്യസ്ഥാനാധികരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദൈവാധീനം ഉള്ള സമയമാണ്. ദൈവാധീനം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഗുരുശുക്ര യോഗം വന്നത് കാരണം കൊണ്ട് നല്ല ഭാര്യഗുണം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ ചെയ്യുന്ന തൊഴിൽ, പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. മറ്റുള്ളവരെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും, അവരുടെ ഭാഗത്തു നിന്നുള്ള ഗുണം. അപ്പം ഇത്രയും നാളും ഉണ്ടായിരുന്ന ശാരീരികമായിട്ട് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് റിലാക്സ് വരുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അപ്പോൾ തൊടുന്ന കാര്യത്തിലൊക്കെ നല്ല ഗുണങ്ങളുണ്ടാകും. കാരണം 2-ൽ നിൽക്കുന്ന വ്യാഴം മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടും എപ്പോഴും കയ്യിൽ പൈസ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. മാത്രമല്ല ഭദ്രായോഗം ചെയ്തിട്ട് ലഗ്നത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവന് സേനാനായകത്വം എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു 10 പേര് കൂടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താണ് അതിൻ്റെ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും. അങ്ങനെയാണെങ്കിലും ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് 3-ൽ കേതുവാണ്. 3-ാം ഭാവാധിപതി 12-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കൾ, സഹായികൾ ചിലപ്പോൾ അകന്നു പോകാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സഹോദരി സ്ഥാനം, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ അകന്നു പോകാനിട വരാനുള്ള സാധ്യത കൂടുതലാണ്. അനാവശ്യമായിട്ട് കുറച്ച് യാത്രകൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള കുറച്ച് ക്ഷീണം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കഴുത്തിന് വേദന, കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെ ഞരമ്പ് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ടല്ലോ, വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനന്തി, മനോഭീതിമ എന്നാണ്. അപ്പോൾ വീട് വിട്ട് നിൽക്കാനിട വരിക, ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, മാനസിക ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും രക്ഷാസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും ഒരു പരിധി വരെ മേൽപ്പറയപ്പെട്ട കണ്ടകശനിയുടെ ദോഷത്തിനൊക്കെ വ്യാഴം ഹനിക്കുന്നത് കൊണ്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ലാഭസ്ഥാനത്ത് ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു കാളസർപ്പയോഗമുണ്ട്. അത് കാരണം കൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുക. അത് കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം ചെയ്യുക, ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കം കഴിപ്പിക്കുക. 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 20 രൂപ ചിലവാനും ആകാനുള്ള യോഗമുള്ളത് കൊണ്ടാണ് മേൽപ്പറയപ്പെട്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥന, നല്ല പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന സകല ദോഷങ്ങളും മാറി നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.